ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, യേശുവിൻ്റെ ജനനത്തിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഹൃദയങ്ങളെ കൂടുതൽ സ്വീകാര്യമാക്കാനായി ഓരോ ദിവസവും നമ്മൾ വചനം വിചിന്തനം ചെയ്യുകയാണ്. 19-ാം ദിവസമായ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ്. യേശുവിന് വഴിയൊരുക്കുവാനായി അയക്കപ്പെട്ടവനായിരുന്നു സ്നാപക യോഹന്നാൻ. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തനാണ്, അവൻ്റെ ചെരുപ്പ് വഹിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനം നൽകും എന്ന് യേശുവിനെ പറ്റി പറഞ്ഞ യോഹന്നാന് തന്നെ വർഷങ്ങൾക്ക് ഇപ്പുറത്ത് ഒരു സംശയം ഉടലെടുക്കുകയാണ്. അവൻ കാരാഗ്രഹത്തിൽ നിന്ന് തൻ്റെ ശിഷ്യന്മാരെ അയച്ച് യേശുവിനോട് ചോദിക്കുന്നു, വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ വേറൊരുവനെ ഞങ്ങൾ പ്രതീക്ഷിക്കണമോ? അതിനു മറുപടിയായി, നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതുമായ അത്ഭുത പ്രവൃത്തികൾ യോഹന്നാനെ അറിയിക്കുവാൻ യേശു അവരോട് പറയുന്നു. അതിനുശേഷം യേശു പറയുന്ന കാര്യമാണ് വളരെ ശ്രദ്ധേയം. എന്നിൽ ഇടർച്ച തോന്നാത്തവൻ ഭാഗ്യവാൻ. പ്രിയമുള്ളവരെ, നമുക്കും ഇതുപോലെയുള്ള വിശ്വാസ സംബന്ധമായ സംശയങ്ങൾ വരിക സ്വാഭാവികമാണ്. അപ്പോഴെല്ലാം രക്ഷകനായ യേശു ചെയ്ത അത്ഭുത പ്രവൃത്തികൾ നാം ധ്യാനിക്കുവാനാണ് യേശു നമ്മോട് പറയുന്നത്. സംശയം തെല്ലും കൂടാതെ രക്ഷകനായ യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വിത്തുകൾ വിതയ്ക്കാൻ ഈ ക്രിസ്തുമസ് നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ക്രിസ്തുമസ് ആശംസിക്കുന്നു. നന്ദി.